കുടുംബത്തിനും കൂട്ടുകാർക്കുമൊപ്പം പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിൽ ആർത്തുലസിക്കാൻ ആനമല ഹോം സ്റ്റേ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ആനമല ഹോം സ്റ്റേ, തിരുവല്ലോമല. ഇവിടുന്ന് കണ്ടെത്തിയവരായിട്ടുള്ള ആളുകൾ മുഴുവൻ മെഡിക്കൽ കോളേജിലേക്കാണ് തുടർന്നുള്ള പരിശോധന എങ്ങനെയാണ്? ഡ്രോൺ പരിശോധന ഇപ്പോൾ നടന്നതായിട്ട് അറിയുന്നു. റോബോട്ട്സ് വരുമെന്ന് കേൾക്കുന്നു. അത്തരം കാര്യങ്ങൾ എന്താണ് തീരുമാനിച്ചത്? അത് രണ്ടും ഡ്രോൺ ഓൾറെഡി ഇവിടെ ഉണ്ട്, റോബോട്ടിന്റെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി മാഡം ഒരു അന്വേഷണം എൻക്വയറി ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് അതിന്റെ സ്വഭാവം? SDM മജിസ്ട്രേറ്റ് എൻക്വയറിക്ക് വേണ്ടിയിട്ടാണ് സംബന്ധിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും, റൈറ്റ് ഫ്രം ദ ലൈസൻസ്, എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യാനായിട്ടാണ്. മാഡം ലൈസൻസിലുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ലൈസൻസ് വെടിമരുന്നിന്റെ ശേഖരം കാര്യങ്ങൾ കൈവശം എല്ലാ കാര്യങ്ങളും റിപ്പോർട്ട് തരുന്നത്. ദിവസങ്ങളിലൊക്കെ താങ്കൾ പല സ്ഥലത്ത് പരിശോധന നടത്തി. ഇവിടെ എത്തിയിരുന്നു. നമ്മൾ മെയിനായിട്ട് സ്വരാജ് റൗണ്ടിലുള്ള ഫയർ ലൈൻ ബാക്കിയുള്ള കാര്യങ്ങളുടെയാണ് ജോയിന്റ് ഇൻസ്പെക്ഷൻ. ഇവിടെ എത്ര ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇവർ പറഞ്ഞ വിവരം അനുസരിച്ച് 30-40 ഇടയ്ക്ക് ആളുകൾ ഉണ്ടായിരുന്നു. അപകട സമയത്ത് എത്ര ആളുകൾ ഉണ്ടായിരുന്നു? അത് ഇവിടെ നിന്ന് ഒരു 6 പേരെന്തോ അപ്പുറത്തെ വീട്ടിൽ വെള്ളം കുടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞിരുന്ന കണക്ക് പ്രകാരമാണ് 30-40 ഇടയ്ക്ക് ആളുകളുണ്ട്. നമ്മൾ നിലവിൽ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇമ്മീഡിയറ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇവിടെ ഇനി ആരെങ്കിലുമൊക്കെ കുടുങ്ങി നടക്കുന്നുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. ബാക്കിയുള്ള ഒരു കാര്യങ്ങളിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല. ഇപ്പോൾ ഇവിടെ എത്രയും പെട്ടെന്ന് കോർഡൺ ഓഫ് ചെയ്യുക, പബ്ലിക്കിനെ കൂടുതൽ, കാരണം അവിടെ ഇനി എന്തെങ്കിലും സ്ഫോടനം നടക്കുമോ എന്നുള്ള കാര്യം ഉറപ്പില്ലാത്തത് കൊണ്ട്, കാരണം ഇടയ്ക്ക് പടക്കങ്ങൾ പൊട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ മാക്സിമം ആളുകളെ കോർഡൺ ഓഫ് ചെയ്തിട്ട് നൈറ്റിലാണെങ്കിലും നമുക്ക് എല്ലാ ആളുകളെ അവിടെ നിന്ന് പുറത്തെടുക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് നമ്മൾ. അറിയാവുന്നതുപോലെ എത്രത്തോളം ക്വാണ്ടിറ്റി സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അനുമാനം? ഇല്ല, എനിക്കതിനെ കുറിച്ച് ഇപ്പോൾ കമന്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അത് മജിസ്ട്രേറ്റ് ലൈസൻസ് അടക്കമുള്ള ആളുകൾക്ക് പരിക്കേറ്റുണ്ടെന്ന് പറയുന്നു. എത്രത്തോളം ഗുരുതരം? ഒരാളാണ് അങ്ങനെ പറഞ്ഞത്. ചികിത്സ എവിടെയൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്? മെഡിക്കൽ കോളേജിലാണ് നമ്മൾ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അവിടുത്തെ സൂപ്രണ്ട് പറഞ്ഞത് അവരിപ്പോൾ അതിന് ഫിറ്റാണ്, അവർക്ക് അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. അല്ല, നമ്മൾ ബാക്കി എല്ലാ ഡോക്ടേഴ്സിനെ തിരിച്ചു വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അത് കൂടാതെയാണ് പാലക്കാട് നിന്ന് എറണാകുളത്ത് നിന്ന് ഞാനിപ്പോൾ പറഞ്ഞ എക്സ്ട്രാ ടീം. നമ്മളിപ്പോൾ ഒരു കൺട്രോൾ റൂമും കൂടി ഇപ്പോൾ അടുത്തുള്ള വില്ലേജ് ഓഫീസിൽ തന്നെ തുറക്കുന്നുണ്ട്. എൻക്വയറീസ് ഒക്കെ വരുന്നത് ഡീൽ ചെയ്യാനും പറ്റും. രക്ഷാപ്രവർത്തനം തുടരാനുള്ള ക്രമീകരണം എങ്ങനെയാണ്? പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിൽ മികച്ച അതിഥി മന്ദിരമായി തിരുവല്ലോമലയിലെ ആനമല ഹോം സ്റ്റേ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ അന്താരാഷ്ട്ര നിലവാരമുള്ള നീന്തൽക്കുളവും വിനോദ നിമിഷങ്ങൾക്കായി ഒന്നാന്തരം പാർക്കും നൂതന ഗെയിമുകളും. പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെന്റ് ഉൾപ്പെടെയുള്ള അതിവിപുലമായ താമസ സൗകര്യങ്ങൾ, കൂടാതെ തനത് കൈത്തറി വസ്ത്രങ്ങൾ ഒരുക്കുന്നതിന് പരമ്പരാഗത തറികളും. വിവാഹം, മറ്റാഘോഷങ്ങൾ, ബിസിനസ് മീറ്റിംഗുകൾ എന്നിവയ്ക്കായി AC, non-AC ഹെറിറ്റേജ് ഹാളുകൾ. വ്യത്യസ്ത രുചിലോകവുമായി നാടൻ വിഭവങ്ങൾ ലഭ്യമാക്കുന്ന ടേക്ക് എ ബ്രേക്ക് കഫേ തിരുവല്ലോമലയും ആനമല ഹോം സ്റ്റേയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ആനമല ഹോം സ്റ്റേ, കാട്ടുകുളം, തിരുവല്ലോമല. ഫോൺ 9845128760.